ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ബീച്ചിലൊക്കെ പോയാൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനം ഇപ്പോൾ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്പം കുത്തിപ്പൊരി എന്ന് പറയും. അപ്പോൾ അതെങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ച ഗ്രീൻ പീസും ഉപ്പും വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ആ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അടുപ്പത്ത് ചട്ടി വെച്ച് ചട്ടി നന്നായി ചൂടായാൽ അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ഒരു സവാള ചെറുതായി കനം കുറഞ്ഞ് അരിഞ്ഞ സവാളാണ്, ഒരു വലിയ സവാള. അതിലേക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ അതിൽ ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളിയാണ് നമ്മൾ ചേർത്തത്. ചെറിയ തക്കാളി മതി നമുക്ക്. തക്കാളി ഒന്ന് നന്നായി വെന്ത് ഉടയണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കണം. നമ്മൾ പെട്ടെന്ന് നന്നായി വെന്ത് കിട്ടിക്കോളും. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, പേരിന് മാത്രം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല, മുളക് പൊടി, കുരുമുളക് പൊടി ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. കുരുമുളകിൻ്റെ ഫ്ലേവർ നല്ലതാണ് ഇതിന്. അപ്പോൾ അതൊന്ന് നന്നായി പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു രണ്ട് മുട്ട ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം ചേർത്തു, പിന്നെ അടുത്ത് ചേർത്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. അതിലേക്ക് നമ്മൾ ഒരു ഇച്ചിരിയും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് ഉപ്പ് ചേർത്തിട്ടുള്ളത്. കുറച്ച് ഉപ്പ് ചേർക്കണം. അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അത് ഇളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പീസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ വേവിച്ചിട്ട് ആ വെള്ളം കളയണം. എന്നിട്ട് നമ്മൾ ആ വെറും പീസ് മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുകൾ അത് നന്നായി ഇളക്കിയെടുക്കണം. നന്നായി എല്ലാം കൂടി മിക്സ് ആയതിന് ശേഷം മുകളിൽ ഇച്ചിരിയും കൂടെ നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് പൊടിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കുകയാണ് ഇതിന് ടേസ്റ്റ്. അത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നന്നായി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുത്ത് സവാളയൊക്കെ ചേർത്തു. നമ്മൾ അടിപൊളിയായിട്ടുള്ള നമ്മൾ കുത്തിപ്പൊരി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.